ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങളുടെ ഒരു സൗഹൃദ കൂട്ടായ്മയുണ്ട്. ഞങ്ങളുടെ SSLC ഒരു സ്കൂളിൽ പഠിച്ച സെൻറ്റ് ജോസഫ് സ്കൂളിൽ പഠിച്ച ഒരു 3 വർഷത്തെ ബാച്ചുകാരുടെ ഒരു സൗഹൃദ കൂട്ടായ്മയുണ്ട്. ഞങ്ങളെല്ലാ വർഷവും പോകുന്ന പോലെ ഇത്തവണ ഞങ്ങൾ പാണിയേലി പോരിലേക്കായിരുന്നു ഞങ്ങളുടെ യാത്ര. 39 പേരുമായിട്ട് ഞങ്ങളുടെ ബസ് രാവിലെ 7 മണിക്ക് യാത്രയായി. അപ്പോൾ കാപ്പ് കുടിക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയപ്പോഴുള്ള ഇതാണ്. ഞങ്ങൾ പോരി ചെന്ന് കഴിഞ്ഞാൽ അകത്തേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ പോരിലെത്തിക്കഴിഞ്ഞ് അവിടുത്തെ യാത്ര അങ്ങോട്ട് തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും ആ ഫ്രണ്ട് നിന്നെടുത്ത ഫോട്ടോയാണത്. അപ്പോൾ ഈ പോരെന്ന് പറയുന്നത് ഒരു സൈഡിൽ ഭയങ്കരമായിട്ടുള്ള വനം, പിന്നെ ഒരു സൈഡിൽ നമ്മളെ പാണിയേലി പോരെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം. അതായത് ഒരു 4 വശത്തൂടെ വരുന്ന വെള്ളത്തിൻ്റെ ഒരു കൂട്ടിച്ചേരുന്ന സ്ഥലത്തിന് ഈ പോര് നടത്തുക എന്ന് പറയത്തില്ലേ, അങ്ങനെ ഒരു വാക്കിൽ നിന്നാണ് അവിടെ വന്നത്. ഈ വെള്ളത്തിൻ്റെ പോരാണ് അവിടുത്തെ പ്രധാനമായിട്ടുള്ള കാഴ്ച. അപ്പോൾ ഈ ഞങ്ങൾ ചെന്നത് ഈ മഴ തുടങ്ങുന്നതിന് മുമ്പാണ് അവിടെ പോകാൻ നല്ലത്. മഴയത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ ആകും. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് വലിയ റെസ്ട്രിക്ഷനൊന്നും ഇല്ല. എന്നാലും ചില സ്ഥലങ്ങളിലൊന്നും ഇറങ്ങാൻ പാടില്ല, കയറാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അപകടം പിടിച്ച സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഈ പോരിലെ വെള്ളത്തിനകത്തെന്ന് പറഞ്ഞാൽ ഈ കുറേ കുഴികളുള്ള സ്ഥലങ്ങളാണ്. നമ്മൾ അറിയത്തില്ല ആ കുഴികൾ കണ്ടാൽ ഇച്ചിരി വെള്ളമേ ഉള്ളൂ, പക്ഷെ നല്ല കുഴികളുള്ള സ്ഥലമാണ്. ഞാനിതിനു മുമ്പ് ഇവിടെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല മനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ, കാണാൻ വളരെ മനോഹരമാണ്. വൃക്ഷങ്ങളും അതൊരു എക്കോ ഫ്രണ്ട്ലി എക്കോ ടൂറിസം സെൻറ്ററും കൂടിയാണ് കേട്ടോ. അപ്പം വളരെ ഇതായിട്ടുള്ള നല്ല സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന, വളരെ കാര്യമായിട്ട് സൂക്ഷിച്ചാണ് അവർ അവിടെ ഗാർഡ്സൊക്കെ ഉണ്ട്. എല്ലാം നോക്കാനും പിടിക്കാനും ഒക്കെ ആളുകളെ കയറ്റി വിടുന്നതിനൊക്കെ ഒരു പ്രത്യേക ഇതുണ്ട് അവിടെ. പിന്നെ അവിടെ ഇപ്പോൾ ഈ ഞങ്ങൾ ചെന്ന സമയത്ത് വെള്ളം അധികം ഇല്ലായിരുന്നുകൊണ്ട് അവിടുത്തെ ആ പോലിൽ ഒരു ഭാഗത്ത് ഇറങ്ങി കുളിക്കാനൊക്കെയുള്ള സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മൾ ഇറങ്ങി കുളിക്കാൻ എല്ലാവർക്കും അവിടെ കടവിൽ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അവരുടെ മേൽനോട്ടത്തിലാണ് കേട്ടോ കുളിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങി അതിനകത്ത് വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുക. ഒത്തിരി കാലം കൂടിയിട്ട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു വെള്ളത്തിലിറങ്ങി ഒന്ന് മുങ്ങിക്കിടന്നു എന്ന് പറഞ്ഞാൽ അതും ഒരു പ്ലസ് പോയിൻ്റാണ് ഈ പോക്കിൻ്റെ കേട്ടോ. അപ്പം ഞങ്ങളിൽ 40 പേര് പോയെങ്കിലും ആകെപ്പാട് ഒരു 7 പേര് 8 പേര് 10 പേരിലകത്താണ് ഞങ്ങൾ വെള്ളത്തിലിറങ്ങിയത് കേട്ടോ. ബാക്കിയുള്ളവരെല്ലാം കരയിലിരിക്കുകയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഇറങ്ങാനും നല്ല ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് വെച്ചാൽ അവിടെ പാറകളിങ്ങനെ തെന്നി കിടപ്പുണ്ട്. ഉരുണ്ട് വീണാൽ പ്രശ്നം കഷ്ടമാകും. പിന്നെ അതുകൊണ്ട് പലരും അതിനെപ്പറ്റി ഓർത്ത് ഇറങ്ങാൻ ഇത്തിരി പിന്നോട്ട് മടിച്ചു. എന്താണെന്ന് വെച്ചാൽ ഇനി ഈ പ്രായത്തിലൊക്കെ ഈ 60+ ആയിട്ടുള്ളവരൊക്കെ വല്ലയിടത്തും പോയി ഇങ്ങനെ വല്ലതും പറ്റിയാൽ പിന്നെ നമ്മളെ ഇനി വിടത്തു പോലും ഇല്ല. അതുകൊണ്ടാണ് കേട്ടോ. ഇത് ഞങ്ങളെല്ലാവരും കൂടെ നടത്തിയ ഒരു കുളിയുടെ വീഡിയോ ആണിത്. സത്യം പറഞ്ഞാൽ ഈ വെള്ളത്തിനകത്ത് ഞങ്ങളൊരു 1.5 മണിക്കൂറോളം കിടന്നു കേട്ടോ. 1.5 മണിക്കൂറോളം ഇത്രയും വെള്ളത്തിൽ ഇങ്ങനെ കഴുത്തറ്റ് മുങ്ങി കിടക്കാമെന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്തൊന്നും നടന്ന സംഭവമല്ല അല്ലേ, ഒരിക്കലും പറ്റാത്തതാണ്. പിന്നെ അവിടെ ധാരാളം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി ഉണ്ട്. ഞങ്ങളുടെ ഈ സ്ഥലത്ത് ഞങ്ങൾ മാത്രം ആയിട്ട് കുറച്ച് പേര് ഞങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പുരുഷന്മാരുടെ കൂട്ടത്തിൽ നിന്നൊരു 3-4 പേരുണ്ടായിരുന്നു. അവർ ഞങ്ങളുടെ തൊട്ടപ്പുറത്തുണ്ട് കേട്ടോ, അവരും അപ്പുറത്തുണ്ട്. അപ്പം ഞങ്ങൾ വളരെ സൂക്ഷിച്ചൊക്കെ നിന്നാണ് വെള്ളത്തിലൊക്കെ ഇങ്ങനെ മുങ്ങിക്കിടന്നത്. അവരും ഈ സൈഡിൽ ഇതും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഫ്രണ്ട്സാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇതിനകത്തൊരു 1.5 മണിക്കൂറോളം ഈ പോത്ത് പോലെ ഇങ്ങനെ മുങ്ങിക്കിടന്നു കേട്ടോ. പ്രായത്തിലൊക്കെ ഇത്രയും കാര്യമായിട്ട് പോയിട്ട് ഇതുപോലെയൊക്കെ കുളിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ കൂട്ടം പോയാലേ പറ്റുള്ളൂ കേട്ടോ. ഇത് ഗാലറിയിലിരുന്ന് കളി കാണുന്ന അവരില്ലേ, അതുപോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നവരെല്ലാം അങ്ങനെ മേളിയിരുന്ന് ഞങ്ങൾ വെള്ളത്തിലിറങ്ങി കിടക്കുന്നത് കണ്ട് അങ്ങനെ ഓരോ കമൻ്റൊക്കെ പാസ്സാക്കി ഇരിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഈ പ്രായത്തിൽ അവർ ഇരുന്ന് വല്ലതും പറഞ്ഞെങ്കിലും ഒന്നും നമ്മളങ്ങനെ അതൊന്നും ഒരു ഫീൽ ചെയ്യാത്ത ഒരു പ്രായമായതുകൊണ്ട് ഒരു നോ പ്രോബ്ലം അവരവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങളെ കളിയാക്കി ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഞങ്ങളതെല്ലാം കേട്ട് ആസ്വദിച്ച് ഞങ്ങളുടെ വെള്ളത്തിൽ കിടക്കുന്നത് തുടർന്നു കേട്ടോ. പിന്നെ ഈ പോരിൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ആളുകൾ, ഞങ്ങൾ മാത്രമല്ല ധാരാളം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുന്ന ഒരുപാട് പേര് വെള്ളത്തിലിറങ്ങി കിടപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ നടുക്കൂടെ ഒരു പാലം ഇട്ടിട്ടുണ്ട്. ആ പാലത്തെ കൂടെ വേണമെങ്കിൽ അക്കരയ്ക്ക് പോകാം. അക്കരയ്ക്ക് പോയി അവിടെ ചെന്ന് നോക്കാം. അവിടെ ചെന്ന് കുറച്ച് വൃക്ഷങ്ങളൊക്കെ നിൽപ്പുണ്ട്, അവിടെയൊക്കെ പോയി നോക്കാം. അപ്പം ഞങ്ങൾക്കിങ്ങനെ ഇവിടെ ഇത്ര വിശാലമായിട്ട് ഇറങ്ങാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനും സാധിച്ചത് ഈ സമയത്തായതുകൊണ്ടാണ് കേട്ടോ. അതേസമയം ഈ സമയം കഴിഞ്ഞ് ഈ സമയമെന്ന് പറഞ്ഞാൽ ഇപ്പം മഴ തുടങ്ങി. അപ്പോൾ ഒരു
1-ാം തീയതി കഴിഞ്ഞിട്ട് ജൂൺ 1-ന് മുമ്പ് വരെ പോകാമായിരുന്നു. ഇപ്പോഴൊന്നും അങ്ങനെ ഇറക്കില്ല അവിടെ. ഇത് ഞങ്ങൾ പോയത് നല്ല കറക്റ്റ് സമയത്തായതുകൊണ്ട് ഞങ്ങൾക്കിതെല്ലാം നല്ല വൃത്തിയായിട്ട് അവിടെയൊക്കെ ഇറങ്ങാനും അപ്പുറത്തേക്ക് പോകാനും ഇപ്പുറത്തേക്ക് പോകാനും ഒക്കെ പറ്റി എന്നുള്ളതൊരു ഭാഗ്യമാണ് കേട്ടോ, ഭാഗ്യമായിട്ട് കരുതുന്നു. പിന്നെ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഡ്രസ്സ് മാറാനും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ റൂമൊക്കെ ഉണ്ട്. അവിടെ പോയി നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വേറെ ഇട്ടുകൊണ്ടൊക്കെ പോകാം. പിന്നെ ഒരു കുഴപ്പം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങി കിടന്നപ്പോൾ നമ്മുടെ പുട്ടിയെല്ലാം അടിച്ചു പോയി. പുട്ടിയെല്ലാം അടിച്ചു പോയി കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് പോയപ്പോഴത്തേക്ക് ഒരു മാതിരി കോലത്തിലായിപ്പോയി പോക്ക് കേട്ടോ. അതൊരു വലിയ നഷ്ടമായിപ്പോയി. പിന്നെ ഫോട്ടോയൊക്കെ എടുത്തതൊന്നും ശരിയായില്ല. പുട്ടിയൊക്കെ പോയതുകൊണ്ടേ ഫോട്ടോയുടെ ആ ഭംഗിയൊക്കെ അങ്ങ് ഇതായിപ്പോയി, വല്ലാണ്ടായിപ്പോയി. അങ്ങനെ ഒരു കുഴപ്പം പറ്റിയെന്നത് ഒഴിച്ചാൽ നല്ല ആസ്വദിച്ച് നമ്മൾ പാണിയേലിപ്പോരെന്ന് പറയുന്ന സ്ഥലത്ത് വളരെ ആസ്വദിച്ച് വളരെ രസകരമായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അടിച്ചു പൊളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ.